നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കോട്ടയം നസീർ അനുകരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ട നേതാക്കളും സിനിമാ താരങ്ങളും ഒറിജിനലിനേക്കാൾ വലിയ ഒറിജിനലായി മാറുന്നു. അതാണ് കോട്ടയം നസീറിനെ നമുക്ക് പ്രിയങ്കരനാക്കി മാറ്റിയത്. നസീറുമായിട്ടുള്ള സംഭാഷണം, അദ്ദേഹത്തിൻ്റെ മിമിക്രി പാതയിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. വരട്ടെ, നോക്കട്ടെ. ഹായ് നസീർ ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എനിവേ നസീർ ഭായിയായിട്ട് മിക്കപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയും പ്രോഗ്രാംസിനൊന്നിച്ച് കാണുകയും കാണാറുണ്ട് ഞങ്ങളെപ്പോഴും. അനുകരണ കലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അതായത് എല്ലാവരും ഒരു വ്യക്തിയെ അനുകരിക്കും, പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് അനുകരിക്കുന്ന രണ്ട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ജയറാമേട്ടനും പിന്നെ കോട്ടയം നസീറും. എനിവേ നസീർ എന്നുള്ളൊരു മിമിക്രി കലാകാരൻ എന്നത് വിട്ടിട്ട് ഇപ്പോൾ ഈ UK പ്രോഗ്രാമിലാണ് ഞാൻ അതറിഞ്ഞത്. നസീർ ഭായ് നല്ലൊരു ചിത്രകാരനാണ്. ഇപ്പോൾ മിമിക്രി എങ്ങനെ വന്നു, എന്ത് വന്നു എന്നുള്ള ലോകത്ത് എല്ലാവർക്കും അറിയാം നസീർ ഭായ് എങ്ങനെ. പക്ഷേ ചിത്രകാരൻ എന്നുള്ള രീതിയിലുള്ള കോട്ടയം നസീർ എന്താണെന്നൊന്ന് പറയാം. നമ്മുടെ സുഹൃത്ത് ചോദിച്ച പോലെ ഈ ചിത്രരചന എന്നുള്ള സാധനത്തിൽ അങ്ങനെ ബ്ലഡിലുണ്ടായിരുന്നല്ലേ? ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ചുവരെഴുത്ത് തുടങ്ങിയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണല്ലോ ഈ ഫ്ലക്സ് വന്നത്. പണ്ട് ഞാൻ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പോലും എനിക്ക് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അന്ന് രണ്ടുപേരൊക്കെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ അന്നും നമ്മുടെ ജുവലറിയുടെ ഒക്കെ ഇലക്ഷന്റെ ചിഹ്നമൊക്കെ മാറിപ്പോയോ? അത് പറഞ്ഞുണ്ട്. ഈ കോൺ ബോർഡൊക്കെ അന്ന് 100 ബോർഡൊക്കെയാണ് രാത്രിയും പകലൊന്ന് എഴുതിക്കൊണ്ടിരുന്നത്. അന്നേ തുടങ്ങി സമ്പാദ്യം. അപ്പൊ ബാനറും പഠിക്കുമ്പോ എത്ര സ്ഥലം മേടിച്ചു? ഇൻകം ടാക്സ് അല്ല കറക്റ്റ് അടയ്ക്കുന്നോണ്ട് പിന്നെ അവർ വരാൻ കുഴപ്പമില്ല തോന്നുന്നു. അതാർക്ക് വേണ്ടി പറഞ്ഞത്? അല്ല, ഇൻകം ടാക്സ് ആർക്ക് വേണ്ടി. അപ്പോ അന്ന് തൊട്ടേ ഉണ്ട്. പിന്നെ ദൂരദേശങ്ങളിൽ അന്ന് കറുകച്ചാലിൽ നിന്ന് മുണ്ടക്കയത്തിനൊക്കെ പോയി വലിയ ഭിത്തി ഉണ്ടാവും, അതൊക്കെ തേച്ച് കഴുകി അതിൽ പെയിന്റ് അടിച്ചിട്ട് അന്ന് അതിലൊക്കെ വരയ്ക്കും. വീഡിയോ അങ്ങനെ ഒരുപാട് ഇത് കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തന്നെ പോർട്രേറ്റും ആ സമയത്ത് ചെയ്യുമായിരുന്നു. ഇലക്ഷൻ സമയത്തൊക്കെ വലിയ ഡിമാൻഡ് ആയിരിക്കും. ഇലക്ഷൻ സമയത്തൊക്കെ സ്ഥിരം റോഡിലാണ് എഴുതുന്നത്. ഇപ്പൊ രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ റോഡിൽ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരുന്ന വണ്ടിയുടെ ടയറിലിരിക്കും പകുതി അക്ഷരം. അങ്ങനെ ഓടിപ്പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണാം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കാനൻ രാജേന്ദ്രൻ സാറ് ഇലക്ഷൻ മത്സരിക്കുന്ന സമയമാണ്, MLA ആയിട്ട് വാഴൂർ നിയോജകമണ്ഡലം. അപ്പം ഞാനാണ് എഴുത്തിൻ്റെ. ഇപ്പോൾ രാത്രിയും പകലും ഇരുന്നുള്ള എഴുത്താണ്, റെസ്റ്റേ ഇല്ല. അങ്ങനെ എഴുതി പോവുക. അങ്ങനെ രാത്രി ഇരുന്ന് എഴുതി കാനൻ രാജേന്ദ്രനെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതി പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ 2-3 പേര് നീ ഒന്നേ എന്നെ എഴുതി വെച്ചിരിക്കുന്ന ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? വാ കാണിച്ചാൽ പറഞ്ഞു. ഈ പൂജ ഇടാൻ പറഞ്ഞു കാന രാജേന്ദ്രനെ വിജയിപ്പിക്കാൻ ഈ രാത്രിയുള്ള അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. നസീർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നസീറിന് വരയ്ക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ അനുകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നസീറെ 2 കഴിവ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, ഇത്രയും നാളും അതുകൊണ്ട് നീ ഒരുപാട് അഹങ്കരിച്ചു, ആസ്വദിച്ചു. അപ്പോൾ ഇനി ഒരു കഴിവ് തിരിച്ചു തന്നേരെ എന്ന് പറഞ്ഞാൽ നസീർ ഏത് കഴിവ് കൊടുക്കും? കുടുങ്ങി. ഒരു വല്ലാത്ത ചോദ്യമുണ്ടല്ലോ ബീക്ക. മാക്സിമം കാല് പിടിച്ച് നോക്കും, 2 എടുക്കല്ലേ എന്ന്. പക്ഷെ ഒന്ന് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മിമിക്രി വിട്ടുകൊടുക്കും, ഡ്രോയിങ് തിരിച്ചെടുക്കും. ബുദ്ധിമാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ താങ്കൾ അവിടെ ഒരുപാട് തഴക്കവും പഴക്കവും ചെന്നിരിക്കുന്നു. പക്ഷേ പ്രായവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കലയാണ് ചിത്രരചന. അതല്ലേ ഉദ്ദേശിച്ച്? തീർച്ചയായിട്ടും. കാര്യം അതിലൊരു കാര്യം കൊണ്ടുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ഞാൻ ആക്കിയത് മിമിക്രി എന്ന് പറയുന്ന കലയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നും ഇവനെന്തൊരു അഹങ്കാര വർത്താനം പറഞ്ഞത്. അങ്ങനെ വിചാരിക്കേണ്ട. മിമിക്രിയിൽ എത്താവുന്നതിൻ്റെ ഒരു മാക്സിമം ഒക്കെ ഒരു ലെവൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഇനിയും ഒരു അഭ്യാസ പ്രകടനത്തിൻ്റെ കാര്യങ്ങളില്ല. ഇനി ഇങ്ങനെ നിന്ന് പോകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പെയിൻറ്റിങ്ങിൽ ഞാൻ തുടക്കക്കാരനാണിപ്പോൾ. ചിത്രനിരയിൽ ഞാൻ തുടക്കക്കാരനാണ്. അതിനിയും നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കേണ്ട ഒരു വലിയ ബാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അല്ല, വലിയൊരു പരീക്ഷണം. മാത്രമല്ല നസീർ, ഇത് 2ഉം ഒബ്സർവേഷനാണ് ഇതിൻ്റെ ബേസിസ്. ഇപ്പം മിമിക്രിയുടെ ബേസിസും ഒബ്സർവേഷനാണ്, ചിത്രരചനയുടെയും. ഒരുപാട് ചിത്രകാരന്മാർ ഭയങ്കര നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഒബ്സർവേഷൻ സ്കില്ലുള്ളവരാണ്. ഇത് 2ലും ഒരുപാട് സമാനതകളുണ്ട് ആക്ച്വലി, ഇല്ലാന്ന് പറയണ പോലെയല്ല. നസീർ ഏതാ ഇഷ്ടപ്പെടുന്ന ചിത്രരചനയിൽ ഏറ്റവും കൂടുതൽ? ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും വരയ്ക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട്? അതെ. ഞാൻ ഈ രാജാരവർമ്മ സാറിന് അങ്ങനത്തെ ഉള്ള അവരുടെയൊക്കെ പെയിന്റിങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് മോഡേൺ ആർട്ടുകൾ ഞാൻ അധികം ചെയ്യാറില്ല. എന്തെങ്കിലും കാണിച്ചിരുന്നത് വലിയ സംഭവം എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല. കാരണം
ഒരു പേന മഷിയൊക്കെ എടുത്ത് ഇങ്ങനെ അത് അവർക്ക് പറയാൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. അല്ലാതെ അത് മോശമാണെന്നോ. ഓയിൽ പെയിന്റിംഗ് ആണോ? ഓയിൽ പെയിന്റിംഗ് ചെയ്യാറുണ്ട്, വാട്ടർ കളർ ചെയ്യാറുണ്ട്. ഓയിൽ പെയിന്റിംഗ് ആണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഓയിൽ പെയിന്റിംഗ് നിറങ്ങളോട് താങ്കൾക്കൊരു വലിയ ഇഷ്ടമാണോ? പിന്നെന്താ, ലോങ് ലാസ്റ്റ് ചെയ്യാനും ഓയിൽ പെയിന്റ് ആണ് നല്ലത്. ഒരു പെയിന്റിംഗ് ചെയ്ത് വെച്ചാൽ ഇനി 100-500 കൊല്ലം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതാണ് ഓയിൽ പെയിന്റിന്റെ ഒരു പ്രകൃതി, നമ്മുടെ പശ്ചാത്തലം, ഞാൻ സാഹചര്യം. ഇപ്പൊ കൂടുതലും വരച്ചുകൊണ്ടിരുന്നത് ആനിമൽസിനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആനിമൽസിന് ഒരുപാട് വരച്ചിട്ടുണ്ട്. അതിന് വരയ്ക്കാന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ ഈ ഓരോ ഹെയറും അങ്ങനെ ഇതൊക്കെ വരയ്ക്കാൻ കുറച്ച് പണിയാണ്. അപ്പൊ പണിയെടുത്ത് എടുക്കാന്നുള്ള സംഭവമുണ്ട്. പിന്നെ ഒരുപാട് ഈ പ്രായം ചെന്ന് ചുക്കി ചുളിഞ്ഞ ആൾക്കാർ, അതായത് ഫുൾ പിമ്പിൾസ് ആയിരിക്കും. അങ്ങനത്തെ കുറെ ടഫായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ എൻ്റെതായിട്ടുള്ള കുറെ സെലക്ഷൻസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ പെയിന്റിങ്സ് കാണുമ്പോൾ നമുക്ക് എന്തായാലും നസീറിന്റെ പ്രദർശനത്തിന് ഞാൻ വരുന്നതാണ്. ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വരണം കേട്ടോ. വിളിക്കണം, ഇനി മാറിപ്പോയരുത്. ഉറപ്പായിട്ടും ഒരാൾ വരട്ടെ. നസീറെ, പണ്ട് നമ്മളൊരു ഓണത്തിനാണോ അതോ ശിവരാത്രിക്കാണോ എന്ന് ഓർക്കുന്നില്ല, ഒരു 4 പരിപാടി പിടിച്ചായിരുന്നു ഒരുമിച്ച് ഒരു ദിവസം തന്നെ. അപ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങി 11 മണിക്ക് തീരേണ്ട പരിപാടിയായിരുന്നു. പക്ഷേ ആദ്യത്തെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ 9 മണിയായി. അപ്പോൾ ലാസ്റ്റത്തെ പരിപാടിയുടെ ടൈം ഏകദേശം നസീറിന് ഓർമ്മ കാണുമല്ലോ. ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നസീറിന് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല എന്ന് പറയാം. അതത്ര ദുരനുഭവമായിരുന്നോ? അല്ല, അതുകൊണ്ടല്ല. 5000 സ്റ്റേജിന് മേളിലായി. പലരും ഇപ്പൊ കൂടെയുള്ള സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് ആ സ്റ്റേജിൽ വെച്ച് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ ഉള്ള ഓർമ്മ നിൽക്കുന്നുള്ളൂ. അത്രയൊന്നും സംഭവങ്ങൾ ഓർത്തിരിക്കാനുള്ള. നസീറിനെ ക്യാരംസ് കളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അങ്ങനത്തെ ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ കൂടി ഉണ്ടായ ഒരു മനസ്സിൽ വളരെ വിഷമമുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. തൃക്കരിപ്പൂർ മലബാറിലാണ്. പൈനൂരപ്പുറം. അതെ. അവിടെ ഞാൻ ഷാജു ഞങ്ങളെല്ലാം ഉള്ള ഗ്രൂപ്പുള്ള സമയമാണ്. ഗിന്നസ് ബക്രു ഒക്കെ നമ്മുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജയസൂര്യ എന്നാൽ എൻ്റെ ട്രോഫി കളിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രോഗ്രാം. 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ ചെയ്ത് കാസർഗോഡൊക്കെ പോകും. ഒരേ സ്ഥലത്ത് തന്നെ 2 സംഘാടകർ ഒന്നട വിട്ട് എൻ്റെ പ്രോഗ്രാം തന്നെ ബുക്ക് ചെയ്തു. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു, ഒരേ സ്ഥലമാണെന്നുള്ള അറിയില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം പ്രോഗ്രാം ചെയ്ത സമയത്ത് തുടക്കം തൊട്ടേ കൂവലും ബഹളവും ഭയങ്കര. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നമ്മൾ തുറുപ്പ് ചീട്ടയുടെ ഇറക്കി വിടുന്നത് ഗിന്നസ് ബക്രുവിനെയാണ്. അവൻ്റെ ആ രൂപമൊക്കെ കാണുമ്പോൾ ആൾക്കാരൊന്നും ഒതുങ്ങേണ്ടതാണ്. ഒതുങ്ങിയില്ല. അപ്പോൾ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാറ്റ് പോണ പോലെ എന്തോ ഒന്ന് തഴുകി പോണ ഒരു സാധനം. മറ്റേ ഞാനപ്പോൾ കലിപ്പില്ലാണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ബാക്കിലെ വെള്ള സ്ക്രീനെ തട്ടിയിട്ട് ഒരു മുട്ട പൊട്ടി താഴെ കിടക്കുന്നത് ആരോ എറിഞ്ഞതാണത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചു പോയി. കാരണം അത്രയും അതിന് മുമ്പ് നടത്തിയ ഷോ എല്ലാം സെയിം സ്കിറ്റൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കയ്യടിയും ചിരിയൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ആൾക്കാർ എന്താണ് റിയാക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് പറയണല്ലോ. വെറുതെ കിടന്ന് ബഹളം വെക്കലും അവസാനം ഷോ എനിക്ക് വന്നൊരു 3/4 ഭാഗമായപ്പോൾ നിർത്തേണ്ടി വന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് അറിയണത് മറ്റേ സംഘടന രണ്ടാമത് നടത്താൻ പോകുന്ന ആൾക്കാർ മനഃപൂർവ്വം പൊളിച്ചതാണല്ലോ. ശരി. അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ട് ഇതേ പരിപാടി എന്നോട് കളിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് അതാണ് ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം. ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജിലേക്കുള്ള പാച്ചിൽ എത്ര സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 5000 മേളിലായി കാണും. അപ്പൊ 5000 ഇൻറ്റു 50,000 ആണോ കൂട്ടുന്നത്? 5000 ഇൻറ്റു 5 ആണോ കൂട്ടുന്നത്? കൂട്ടിയെ കണക്കൂട്ടിയത് എല്ലാവരുടെ കണക്കൂട്ടി എന്റെ കണക്കൂട്ടിൽ ഇത്രയും ഇവന്റുകൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഉറക്കമില്ല. പണ്ട് ആ ഓട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഞാൻ അതിന് തയ്യാറല്ല. അല്ല കംഫർട്ടബിൾ എന്ന് വെച്ചാൽ എനിക്ക് തൃപ്തികരമായി തോന്നുന്ന പ്രോഗ്രാമുകളെ ഞാൻ എടുക്കാറുള്ളൂ. അതിനിപ്പോൾ എന്താണെങ്കിലും. ഇല്ലെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് വരയ്ക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാസത്തിൽ 2-3 ഷോ ആണെങ്കിൽ എനിക്കത് ഹാപ്പിയാണ്. ഏതെങ്കിലും രാജ്യത്ത് പിന്നെ നസീറിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമാകാത്ത ഒരു ഭൂമിയുണ്ടോ? ജപ്പാനിൽ പോയിട്ടില്ല, ചൈനയിൽ പോയിട്ടില്ല, അവിടെയുള്ള മലയാളികൾ കേൾക്കട്ടെ. പോയിട്ടില്ല. ജപ്പാനിൽ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. അത് എന്തോ ഒരു കാരണം കൊണ്ട് മാറിപ്പോയതാണ്. ചൈനയിലുണ്ടായിരുന്നു, റഷ്യയിലുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പോണം. പിന്നെ ചന്ദ്രനിലൊന്ന് പോകണം. അതൊക്കെയാണ് ആഗ്രഹം. ചിലപ്പോൾ അവിടെ മിമിക്രിക്ക് നല്ല സ്കോപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിക്കവാറും നമ്മളിപ്പം തുടങ്ങിയാൽ മതി. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവരുടെ ടേസ്റ്റ് വേറെ വേറെയാണ്. എന്താണ് ഇപ്പോൾ ആദ്യം 95-ലാണ് ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോണേ. ജഗതി ചേട്ടൻ്റെ കൂടെയാണ് പോണത്. പപ്പുവേട്ടന് ജഗതി ചേട്ടൻ്റെ കൂടിയായിട്ട് പോണേ. നമ്മുടെ സാഗർ ഷിയാസ്. ജഗതിയൊക്കെ താങ്കൾ ഒരുപാട് കൈവച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ അനുകരിച്ചിട്ടില്ല. തുടക്കകാലങ്ങളിലൊക്കെ ആ സിനിമയിലെ ഡയലോഗ് ചെയ്തിരുന്നു. ഒരു പടം ഡബ് ചെയ്ത ഞാനാണ് ജഗതി ചേട്ടൻ. താളമേളം എന്ന് പറയുന്ന സിനിമയിൽ
ഞാനാണ് അമ്പിളിച്ചേട്ടനെ ഫുൾ ഡബ് ചെയ്തിരിക്കുന്നത്. അന്ന് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ഇപ്പം നിസാർക്കാടെ പടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അനിയ എനിക്ക് വരാൻ കുറേ സമയമെടുക്കും, അനിയൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനാണ് കയറി ചെയ്തത്. അത് ഈ കഴിഞ്ഞ ദിവസം ടി വിയിൽ ആ പടം വന്നപ്പോൾ എനിക്ക് നല്ല പരിചയം. ഞാൻ ജഗതിച്ചേട്ടൻ്റെ ശബ്ദത്തിന് നല്ല പരിചയമുണ്ടല്ലോ, ഞാൻ തന്നെ ഡബ് ചെയ്യാന്നുള്ള ഞാൻ മറന്നുപോയി. 95 അമേരിക്ക ചെല്ലുമ്പോൾ സത്യമാഷ് മരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിശ്വസിക്കുന്ന വിഭാഗം ഉണ്ടോ? ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചാനലുകൾ ഇന്നത്തെ പോലെ അവിടെ ഇല്ല. പക്ഷെ ഇന്നതല്ല. പണ്ട് നമുക്ക് അവരെ ഈസി ആയിട്ട് പറ്റിക്കാമായിരുന്നു. കാര്യം എല്ലാം അവർക്ക് പുതിയ ഐറ്റംസ് ആയിരുന്നു. ഇന്നിപ്പോ ഒന്നും നടക്കുകയില്ല. ഇന്നിപ്പോ എല്ലായിടത്തും എല്ലാം പുതിയ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല ഓഡിയൻസ് എവിടെയാണ് നസീർ? എല്ലാവരും നല്ല ഓഡിയൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം പോലെ ഇരിക്കും അവർ ആസ്വദിക്കുന്നത്. നസീർ, ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു വരവ് ഇത് സ്കൂളിൽ നിന്നുള്ളൊരു ട്രെയിനിങ് ആണോ, എവിടെയാണ്? മിമിക്രി ആണോ? മിമിക്രി ഇല്ലല്ല. എൻ്റെ ഉപ്പ പണ്ട് മനോരമയിൽ നോവല് കഥാപാത്രങ്ങൾ ഇപ്പൊ വരയ്ക്കുകയാണല്ലോ. പണ്ടത് ഫോട്ടോ ആയിരുന്നു. നടന്മാർ തന്നെ അഭിനയിച്ചിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നു ഒക്കെയായിരുന്നു. ഉപ്പ അങ്ങനെ കുറെ ഇതിനകത്ത് ഇങ്ങനെ മോഡലായിട്ട് നിന്നിട്ടുണ്ട്. മുപ്പറ വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു അഭിനയിക്കാന്നൊക്കെ ഉള്ളത്. പണ്ട് പറഞ്ഞിട്ടുണ്ട് സത്യമാഷിന്റെ കൂടെയൊക്കെ ഏതൊക്കെയോ പടങ്ങളിൽ അവൾ ഡെന്റിസ്റ്റ് ആയിരുന്നു. നല്ല സുന്ദരനായിരുന്നു. സായിപ്പിനെ പോലൊക്കെ ഇരിക്കുന്നൊക്കെയാണ് പണ്ട് ഞാൻ കാണുമ്പോൾ സായിപ്പിനെ പോലൊക്കെയാ. സായിപ്പ് ഇത്തിരി ഉണങ്ങിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സായിപ്പിനെ പോലെ ഇരിക്കും. അന്ന് കോട്ടൊക്കെ ഇട്ട് വരും എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട്. പഴയ ആൾക്കാർ പറയും നല്ല നോക്കി നിന്ന് പോകുന്നൊക്കെ പറയും. ഉപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ മേഖലയിലൊക്കെ വരിക എന്നുള്ളത്. അപ്പൊ എന്നെ എങ്ങനെയും ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. കലാകാരനാണ്. അങ്ങനെ മേനോൻ സാറിന്റെ ശേഷം കാഴ്ചയിൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് പുതിയ നടന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയി. അന്ന് ഞാൻ ചെറിയ പയ്യനാ. അപ്പം എന്നെ കൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഉപ്പ തന്നെ അയച്ചു കൊടുത്തു. അതൊന്നും അതിന് വേറെ പയ്യനെയൊക്കെ എടുത്തു. അപ്പോൾ ഉപ്പാടെ ഒരു ആഗ്രഹമായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഉപ്പാടെ ഒരു കൂട്ടുകാരൻ NC ആനിക്കാടെന്ന് പറഞ്ഞ്, ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ഇവർ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു നാടക ട്രൂപ്പിലേക്ക് ഒരു പയ്യനെ തപ്പി ഇറങ്ങിയതാണ്. കലാശാല നാടകവേദി മല്ലപ്പള്ളി 2 നാടകമാണ്, ഉണർത്തുപാട്ട്, വംശഗാഥ. അപ്പോൾ അതിലേക്കൊരു പയ്യനെ വേണം. അഭിനയിച്ചുകൊണ്ടിരുന്ന പയ്യൻ ഗൾഫിലേക്ക് പോയി. അപ്പം ഞാൻ അവിടെ താഴെ ഇരുന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപ്പ ചോദിച്ചു ഇവനെ മതിയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. ഇപ്പം മതിയെന്ന് പറഞ്ഞു. നീ വരുന്നെന്ന് ചോദിച്ചു. നേരെ ബാഗ് കൊടുത്ത് പിന്നെ മൂപ്പരുടെ കൂടെ പോയി. അവിടെ ചെന്നു. എനിക്ക് പരിചയമില്ലാത്തൊരു ലോകം, എല്ലാം പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാർ. അങ്ങനെ അവർ ട്രെയിൻ ചെയ്യുന്ന അവരാണ് ആദ്യമായിട്ട് ഈ തട്ടേ കയറാനുള്ളത്. അവിടെ വെച്ചിട്ട് ബാബു എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിക്കാരൻ, വർഗീസ് സുൽഖന്നെ, ഇന്ന് അദ്ദേഹത്തെ പല പത്രങ്ങളിലും കാണാം. ഏകാംഗ നാടകം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബബിൽ പെരുന്ന എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര്. മൂപ്പര് അഭിനയിക്കാൻ വന്നിരുന്നു. അസാധ്യമായിട്ട് മിമിക്രി കാണിക്കും നസീർ സാറ്. പഴയ നടന്മാരെയൊക്കെ നമുക്ക് ഭയങ്കര രസമാണ് അദ്ദേഹം ചെയ്യുന്ന കാണാൻ. അത് എങ്ങനെ പറയണത് പോലും അറിയില്ല, അത്ര ഗംഭീരമായിട്ട് ചെയ്യും. അപ്പോൾ ഈ രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലേക്കുള്ള യാത്രയുടെ ഇടയ്ക്കൊക്കെ ഇദ്ദേഹം ചുമ്മാ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി വേണ്ടിയില്ല. അപ്പോൾ ഒരു മെറ്റഡോർ വാനിൻ്റെ അകത്ത് ഞങ്ങൾ 16-18 പേരാണ്. അതിൻ്റെ അകത്ത് സ്റ്റൗവ്, അരിച്ചാക്ക്, വിത്ത്, ഇതെല്ലാം. അപ്പം ഇവിടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയൊക്കെ വേണം നമ്മൾ ഇരുന്ന് പോകാൻ. ഇത്രയും ദൂരം യാത്രയാണ്. യാത്രയുടെ ഇടവേളകളിൽ ഉറങ്ങണമെങ്കിൽ സ്ത്രീകൾ വണ്ടിക്കകത്ത് കിടക്കും, ഞങ്ങളെ കടത്തിണയിലൊക്കെയാണ് കിടക്കുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു 2 മാസം യാത്രയൊക്കെ. പക്ഷേ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ അദ്ദേഹം നാടകത്തിന് മുമ്പ് ഈ രസിപ്പിക്കാൻ വേണ്ടി മിമിക്രി കളിക്കാൻ കയറാം. അന്ന് അസിസ്റ്റൻ്റായിട്ട് എന്നെ കൂടെ കൂട്ടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അവിടെയാണ് തുടക്കം, സ്പാർക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു നീ ഇത് കണ്ടു പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുണ്ടനങ്ങുന്നത് കണ്ടുപഠിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു നോക്കി. ആദ്യം ആർക്കിട്ടാണ് ഫൈറ്റ് ചെയ്ത്? നസീർ സാർ ചെയ്യായിരുന്നു, കമൽ ഹാസൻ സാറിനെയൊക്കെ അന്നൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 2 നമ്പർ നോക്കട്ടെ. നസീറിൻ്റെ ജഡ്ജിയായിട്ടൊക്കെ അഭിനയിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ മറ്റേ ബാലകെ നായർ സാറൊക്കെ ആ പടങ്ങളിൽ വില്ലനായിട്ട് വന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം പ്രതികാരം ജ്വലിക്കുന്ന രീതിയിൽ വള്ളം വെച്ച ഒത്തിരി മീശയും വിഗും ഒക്കെ വെച്ച് കോട്ടും ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇവരെ കൈ മുമ്പിൽ വന്ന് പെടും. ബാല ചേടാ, മാനം മര്യാദയ്ക്ക് ജീവിച്ച് എൻ്റെ പെങ്ങളെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ബാല? പിന്നെ ഡൈവിങ്, അത് അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെയാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കമൽ സാറിൻ്റെ ചെയ്യുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് വ്രതം എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗൊക്കെ ആയിരുന്നു. നാൻസിക്ക് എന്നെ ഇഷ്ടമാണോന്നറിയില്ല, എനിക്ക് നാൻസിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ, അങ്ങനത്തെ കുറേ ഡയലോഗൊക്കെയാണ് തുടക്കം.
കലാഭവനിലേക്ക് ഒരു പ്രവേശനത്തിന് വേണ്ടി താങ്കളുടെ ഒരു ശ്രമം നടത്തി. അന്ന് കലാഭവനിൽ ചേരുക എന്നൊക്കെ പറയണത് എന്താ പറയാ, നമുക്ക് ആവലച്ചനെ പോയി കണ്ടു. ഞാൻ അച്ഛനൊരു കത്ത് എഴുതി കലാഭവനിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ്റെ ഒരു കാർഡ് എനിക്ക് തിരിച്ചു വന്നു. നിങ്ങളുടെ കത്ത് കിട്ടി, എന്നെങ്കിലും എറണാകുളത്തിന് വരുന്നുണ്ടെങ്കിൽ കലാഭവനിലേക്ക് വരിക, ഇതിനായി വരണമെന്നില്ല. അപ്പൊ ആ കാർഡ് തന്നെ എനിക്ക് എന്തോ വലിയ അംഗീകാരം പോലെ. ഞാൻ ആരോടും പറയാതെ അതൊക്കെ അവിടെ ചെന്നു. ആദ്യമായിട്ടാണ് അന്നൊക്കെ ഈ എറണാകുളത്തൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്. നോർത്തിൽ ചെന്നു. ഞാൻ എത്തുന്നതിന് മുമ്പ് എൻ്റെ മനസ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. എന്നെ എടുത്തു. അത്രേ നമ്മളെ ആവേശത്തിലാണ് പോകണം. ട്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞു. അവിടെ ചെന്ന് അച്ഛനെ കണ്ടു. പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് നസീർ, ഞാൻ കറുകച്ചാലിൽ നിന്ന് വരികയാണ്. ഞാൻ കാർഡ് കാണിച്ചു കൊടുത്തു. ഇയാള് ഇതിനു വേണ്ടി തന്നെ വന്നാണോ? ഞാൻ പറഞ്ഞു അതെ. അവിടെ ഇരിക്കെ, അൻസാറൊക്കെ വരട്ടെ, അവരൊക്കെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു ബെഞ്ചിൽ. അവിടെ ബെഞ്ചിൽ വേറെ 3-4 പേര് ഇരിപ്പുണ്ട്. ഒന്നും മിണ്ടുന്നില്ല ഞങ്ങൾ 2 മണിക്കൂറത്തേക്ക്. പക്ഷെ കണ്ണീന്നറിയാം ഇവരെല്ലാം എന്നെ പോലെ ഞാൻ ജീവിച്ചു വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ എഴുന്നേറ്റ് പോകുന്നില്ല. എങ്ങാനും ഒരുത്തൻ എഴുന്നേറ്റ് പോകുമ്പോഴാണ് വിളി വരുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ 3 മണിയായി. അപ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ എന്നെ കണ്ടിങ്ങനെ, ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാൻ പറഞ്ഞു അല്ല അൻസാർക്കാ. അൻസാറൊന്നും ഇന്ന് വരത്തില്ല, ഇയാൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പാന്ന് പറഞ്ഞു. അങ്ങനെ വളരെ നിരാശയോട് കൂടി നോർത്ത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ വന്നു നിന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ടിഷ്യൂ കൊണ്ടിങ്ങനെ മുഖം തുടയ്ക്കുന്നു. മേക്കപ്പ് തുടച്ചു പോകാൻ മുഖം നോക്കി അൻസാർക്കാ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. മൂപ്പര് ഏതോ ഒരു ആരാധന നേടി കൈകൊണ്ട് കാണിച്ചു പോയി. പിന്നെ ഒരു ദിവസം ഞാൻ പോയി. അന്നാണ് കലാഭവൻ മണിയാണ് എന്നെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. മണിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മണി ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തത്. മണി എന്നോട് ചോദിച്ചു എന്തൊക്കെയാ കാണിക്കണേ? കാണിക്കേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടിരുത്തി. അപ്പം ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ഈ പ്രസാദ് സാറ്, മുരളിച്ചേട്ടൻ, പിന്നെ ജഗദീഷ് ചേട്ടന്, സോമേട്ടൻ, അങ്ങനെ തുടങ്ങിയ കുറേ നടന്മാരെ, സിദ്ദിഖാക്ക, അങ്ങനെ കുറേ പേരെ ഞാനാണ് അന്ന് ഫസ്റ്റ് തുടങ്ങി വെക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കണ്ട് മണിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പ്രസാദേട്ടൻ, KS പ്രസാദേട്ടനൊക്കെ വന്നു, അവരും ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ അവർ 2 മാസത്തേക്ക് വിദേശ ട്രിപ്പിന് പോവുകയാണ്. 2 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അബീക്കയുടെ കൂടെ ഓസ്കറിലേക്ക് കയറി, കൊച്ചിൻ ഓസ്കർ. അത് കഴിഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചു, ഇയാൾക്ക് വേണം ഇങ്ങോട്ട് വരാം. അപ്പോഴത്തേക്ക് ഞാൻ അബിക്ക് പകരം ഒരാൾ വന്നു എന്നൊരു എനിക്കൊരു ലോഞ്ച് ചെയ്തിട്ടൊന്നൊരു പേര് കിട്ടി ഈ നടന്മാരെ അനുകരിക്കുന്നതിൽ. പെട്ടെന്നായിരുന്നു പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു ഭൂമൊക്കെ ഉണ്ടായതോടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല അച്ഛോ ഞാൻ ഇവിടെ സ്ഥിരമായി എന്ന് പറഞ്ഞു. അപ്പൊ ദിലീപേട്ടനുണ്ട്, നാദർഷയൊക്കെ ഉണ്ട്. ആ കൂട്ടുകെട്ട് താങ്കൾ പെട്ടുപോകും. അതാണ് എപ്പോഴാണ് ഈ സിനിമാ മോഹൻ താങ്കളിലേക്ക് വന്ന് കയറി തുടങ്ങിയത്? സിനിമാ മോഹം എന്ന് തൊട്ടേ ഉണ്ട്. ഇപ്പൊ തന്നത് അതെ അതെ, അത് മിമിക്രി തുടങ്ങിയ സമയം തൊട്ടേ സിനിമ എന്നുള്ളൊരു സ്വപ്നമുണ്ട്. അബീക്കാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ ഒരു അവസരം മേടിച്ചു തരുന്നത്. മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ച രാജമാണ്. പിന്നല്ലാതെ അത് നസീർ തന്നെയാണ്. അതാ ഞാൻ വെച്ചു. ഇതിപ്പോ കണ്ടപ്പോ എന്റെ മോനെ പോലെ ഉണ്ട്. മൂത്ത ആൾക്കൊക്കെ എന്റെ ഈ ഷേപ്പായി പോകും. അല്ല എനിക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഇതൊന്നും കാണിക്കണ്ടായിരുന്നു. ഞാൻ ഞെട്ടല്ലേ ചെയ്ത്, എനിക്ക് അസൂയ ഉണ്ടാവുകയത്. നല്ല സുന്ദര കോമഡല്ലേ ആണല്ലേ? അവരല്ലാതെ ശബ്ദം ഇപ്പോഴത്തേക്കാൾ നല്ലതാന്ന് തോന്നുന്നത്. അല്ല ഒന്നിനും കുഴപ്പമില്ല. രൂപത്തിലൊക്കെ നല്ല ചൂളം പയ്യനല്ലേ. ഇതാണ് തുടക്കം. മിമിക്സ് ആക്ഷൻ 500 മിമിക്രിക്കാരെ വെച്ചിട്ട് ഒരു പടം ബാലുഗിരി സാറ് സംവിധാനം ചെയ്തു. അപ്പോഴേക്കും നമ്മള് അവിടെ ഒന്ന് ചുവട് ഉറപ്പിച്ചെന്നൊരു തോന്നലുണ്ടായോ? സിനിമയിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. സിനിമയിൽ വന്നു. പക്ഷേ അതിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരിൽ ശ്രദ്ധേയമായ കുറച്ച് 10 പേരിൽ അബീക്ക, പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു നല്ല ശ്രദ്ധേയമായ റോള് കിട്ടി എനിക്കാണ്. ഒരു നായികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുക, കാര്യം എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് 2 തിയേറ്ററാണ്. അപ്പൊ ആ തിയേറ്ററിൽ 2 തിയേറ്ററിന്റെ ഇടയ്ക്കാണ് അതെ ഞാൻ വളർന്നത്. അങ്ങനെയാണ്. ഒന്ന് മോഡേൺ തിയേറ്റർ, ഒന്ന് ഷൈൻ തിയേറ്റർ. അപ്പൊ അതിന്റെ അവിടുത്തെ ചെയ്യാത്ത പണിയില്ല. ടിക്കറ്റ് കീറിയിട്ടുണ്ട്, ബെഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്, പടം ഓടിച്ചിട്ടുണ്ട്. ഫ്രീ ആണ്. അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നമ്മളാണ് പടത്തിന്റെ ഒക്കെ. അപ്പൊ അന്നൊരു അനൗൺസ്മെന്റ് ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പല പടങ്ങളുടെ അനൗൺസ്മെന്റ് നമ്മൾ ജംഗ്ഷനിൽ കൊണ്ടിട്ട് നടന്മാരുടെ സൗണ്ടിലൊക്കെ അനൗൺസ് ചെയ്ത് തുടങ്ങി. അതൊരു വെറൈറ്റി. മറ്റവരൊക്കെ ഇങ്ങനെയാണ്, വേറെ സ്റ്റൈലിലൊക്കെയാണ്. സ്ഥിരം ഒരു വോയിസ് ഉണ്ടാവുമല്ലോ. വെള്ളിയാഴ്ച മുതൽ തിയേറ്ററിൽ പ്രദർശനം ആരംഭിക്കും. ഇങ്ങനത്തെ ടോണാണ് ഈ കോളാമ്പി കൂടെ കേൾക്കുമ്പോൾ ഇവരുടെ എല്ലാം. അപ്പൊ അതിനൊരു മാറ്റം. നമ്മൾ പല താരങ്ങളുടെയും ഡയലോഗ് അന്ന് തുടക്ക സമയത്ത് ലാലേട്ടൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ ഈ നാടോടിക്കാറ്റിൻ്റെ അകത്ത് ലാലേട്ടനും ശ്രീനിയേട്ടനും തമ്മിലുള്ള ഡയലോഗൊക്കെ പറയും. അപ്പൊ ആള് കൂടും. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് അന്ന്. സിനിമ കാണല് ഫ്രീ ആയിരുന്നു എക്കാലത്തും. ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിൽ തന്നെ നമ്മൾ കണ്ടു വളർന്ന തിയേറ്ററിൽ നമ്മുടെ ഒരു സിനിമ കാണുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗ്യം ഭയങ്കരമല്ലേ. നസീറിന് ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സിനിമകൾ വന്നു പോയി. 100-ൽ മേളിലായി. വരട്ടെ.
KL-95 എറണാകുളം നോർത്ത്. അതും തമ്പി സാറിന്റെ പടമാണ്. ഹരികുമാരൻ തമ്പി സാറാണ് അതിന്റെ പ്രൊഡ്യൂസർ. ആ സമയത്ത് ഞങ്ങൾ സ്ഥിരം ആൾക്കാരായിരുന്നു സാറിന്റെ, ചെറിയ പടങ്ങളുടെ ആൾക്കാരായിരുന്നു. അതിനകത്തെല്ലാം മിമിക്രിയാണ് കേട്ടോ. ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? വരട്ടെ. ഇനി ഉണ്ടാ ഇതില് നസീറിന് ഒരു നല്ലൊരു വേഷം ഒറ്റ ഉണ്ടായിരുന്നു. സീനേ ഉള്ളൂ. മന്നാടിയാർ പെണ്ണിന്റെ ചെങ്കോട്ട ചെക്കൻ. പെണ്ണ് കാണാൻ വരുന്ന സീന് അനിൽ ബാബു സാറിന്റെ അവരുടെ പടമാണ്. അവരുടെ കുറെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അരമനയുടെ 500 ഏക്കറും, പട്ടാഭിഷേകം, ഈ പടം കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വേഷങ്ങൾ തന്നുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സ് ആയിരുന്നു അവർ. അപ്പോൾ ഒരു സീനാണെങ്കിലും എന്നെ വിളിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. മിമിക്രി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റേജുകളിലൂടെ പറന്ന് കളിക്കുന്ന സമയമാണ്. സിനിമയ്ക്ക് താങ്കളൊരു സ്ഥലത്ത് അവിടെ നിൽക്കണം തമ്പടിച്ചിട്ട്. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നോ? മമ്മൂക്ക എന്നോട് പറയാറുണ്ട്, നീ ഇങ്ങനെ മിമിക്രി കളിച്ച് നടന്നോ, നീ സിനിമയിലൊന്നും അഭിനയിക്കണ്ട എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, കൂടുതൽ നല്ല നല്ല സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പലരെയും കാണുന്നൊക്കെ ഉണ്ട്. പല ഡയറക്ടർമാരെയും കാണുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തിരക്കഥാകൃത്തുക്കളെ കാണുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ വേഷമില്ലെന്ന് പറയും. ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാനൊരു അസാധ്യ നടനാണെന്ന്. കാരണം എനിക്ക് പറ്റിയൊരു വേഷമില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു വലിയ നടനല്ലേ. അപ്പൊ എനിക്ക് പറ്റുന്ന ഒരു സാധനം അവർക്ക് എഴുതാൻ പറ്റുന്ന. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമ കുറെ ടൈപ്പ് ചെയ്യാൻ നോക്കി. മിമിക്രിയുമായിട്ട് വന്നതുകൊണ്ട് വരുന്ന വേഷങ്ങളെല്ലാം അങ്ങനത്തെയാണ്. എനിക്ക് ആഗ്രഹം കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. ഒന്ന് കാണിച്ചു തരാം ഞാൻ വേണം. വരട്ടെ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കിരീടത്തിലെ അനീഫിനെയാണ് ആണെന്ന് തോന്നുന്നു. അതെ, അത് അവര് തീരുമാനിച്ചാണ് അങ്ങനെ ഒരു അപ്പിയറൻസ് വേണമെന്നുള്ളത്. അത് എന്റെ തീരുമാനമൊന്നുമല്ല. കാര്യം ആ പടത്തിൽ വന്നത് വിട്ട് തന്നെ എനിക്കൊരു കഥ പറയാനുണ്ടാവും. ഈ കഥ എന്താ പറയാ, മുകേഷ് ചേട്ടൻ മമ്മൂക്കയുടെ ആദ്യം പറഞ്ഞിട്ട് മമ്മൂക്ക സമ്മതിച്ച് മുകേഷ് ചേട്ടൻ എന്നോടാണ് ഈ കഥ ആദ്യം പറയണേ. മമ്മൂക്കയെ കണ്ടു, ഞാനൊരു പടം ചെയ്യാൻ പോലും, ഞാനും ശ്രീനിയോടെ പടം ചെയ്യണം. അപ്പം ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞാ, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം ഉണ്ടാവും ചോദിച്ചു. ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു വരട്ടെ നോക്കാം ഈ എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു വിളി വന്നു, നിന്റെ ആഗ്രഹം സാധിക്കാൻ വന്നു, ഒരു 30 ദിവസം നീ ഡേറ്റ് മാറ്റിയിട്ടേക്കണം, ത്രൂ ഔട്ട് വേഷമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ പറയുമായിരുന്നു, ശ്രീനിയേട്ടൻ്റെ അടുത്ത് മുകേഷ് ചേട്ടൻ വിളിച്ച് പറയുന്ന എപ്പോഴും മമ്മൂക്കയുടെ റോൾ എന്തായി, അല്ലെങ്കിൽ ആ ഡയലോഗ് എഴുതുന്നില്ല, ആ കോട്ടനീസറിന്റെ വേഷം എന്തായി, കോട്ടനീസറിന്റെ വേഷം എന്തായി എന്ന് ചോദിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ മുകേഷ് ചേട്ടനും ശ്രീനിയേട്ടനും കൂടി സപ്പോർട്ട് ചെയ്ത് കിട്ടിയ വേഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ജനങ്ങൾ ഇപ്പോഴും കണ്ടാൽ പറയുന്ന ഈച്ചപ്പ മുതലാളി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ് പറഞ്ഞ് വിളിക്കുന്ന ഒരു വേഷം ഇതേ ഉണ്ടാവുകയുള്ളൂ. അത് പറയുമ്പോൾ വരട്ടെ. മാണിക്കക്കല്ല് മോഹൻ സാറിന്റെ 3 പടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 916. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ വിളിച്ചൊരു വേഷം തരുമായിരുന്നു. അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. നിന്ന് മുമ്പോട്ട് പോയി. വരട്ടെ. ഭരതവാടി ആർട്സ് ക്ലബ്ബ് നല്ലൊരു പടമായിരുന്നു. അതെ അതെ. ഇത് എന്നാ ഞങ്ങൾ വിനീത് ശ്രീനിവാസനൊക്കെ ആയിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയ ഒരു ട്രിപ്പിന് പോയിരുന്നു. അപ്പം വിനീത് എന്നോട് പടം തുടങ്ങുന്നതിന് എന്നോട് പറഞ്ഞു, ഫ്ലൈറ്റ് വെച്ച് പറഞ്ഞു, ഇക്ക അതിൻ്റെ അകത്തൊരു വേഷമുണ്ട്, ഇക്ക ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ശ്രീനേട്ടനോട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, വിനീതിൻ്റെ പടത്തിൽ ഒരു വേഷമുണ്ട്. ഞാൻ പറഞ്ഞത് വിനീത് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ എങ്ങനെയാ പറഞ്ഞത്? ഞാൻ ഒത്തിരി നാളായി ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് അത്ര പെർഫെക്ഷനോട് പറയാൻ പറ്റില്ല. അങ്ങനെ പെർഫെക്ഷൻ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വരികയില്ല ശബ്ദം. പിന്നെ ട്രൈ ചെയ്യാൻ പോവില്ല. കാരണം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു ചെയ്താൽ പോരെ. പക്ഷെ നസീറിനെ ഏത് കൊലപാതകയിൽ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഉമ്മൻചാണ്ടി ആവാൻ പറഞ്ഞു ആവുമെന്ന് പറഞ്ഞു. അത് റെഡിയാണ്. അത് ഇപ്പോഴും നമ്മൾ ലൈവായിട്ട് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഒരു ചെറിയ വിഗൊക്കെ വെച്ചതൊക്കെ ആക്കിയെടുക്കുന്ന പറയുന്നത്. എനിക്കിപ്പോഴും കുറച്ച് ഡൗട്ടായി. പലരും പറഞ്ഞു തുടങ്ങി ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ ചെറുതായിട്ട് കയറുന്നുണ്ടോന്ന്. മാത്രമല്ല നസീറിന്റെ ഈ പരിപാടി കണ്ടിട്ട് ഉമ്മൻചാണ്ടി സാർ കുറച്ചുകൂടി നീട്ടി സംസാരത്തിൽ ഗ്യാപ്പ് കൂടുതൽ കൊടുത്തു തുടങ്ങി. നിങ്ങളത് അദ്ദേഹത്തിനെ സ്വാധീനിച്ചു, അദ്ദേഹത്തിന്റെ സംസാര ശൈലി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല സൗഹൃദത്തിലാണ്. നാട്ടിലെ ഒരു പരിപാടിക്ക് അദ്ദേഹം വരാൻ താമസിച്ചപ്പോൾ ഞാനുണ്ടായിരുന്ന വേദിയിൽ. അന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കയറി മിമിക്രി കാണിച്ചു. അദ്ദേഹത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കയറി വന്നു. അപ്പോൾ എല്ലാവരുടെ ചിരി തുടങ്ങി. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്ന സമയം ഫില്ല് ചെയ്തല്ലേ എന്ന്. ഞാൻ പറഞ്ഞില്ല സാർ, എല്ലാവരുടെ പറഞ്ഞു ഓക്കെ ഓക്കെ നന്നായിരിക്കട്ടെ. ഒരുപാട് അദ്ദേഹത്തിന് നമ്മൾ കളിച്ചല്ലേ. ഞാനൊരു ലിമിറ്റ് വിട്ടിട്ട് സാർ ഇന്നൊരു കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയട്ടെ, നമ്മൾ ലിമിറ്റ് വിട്ടിട്ട് ആരെയും അങ്ങനെ. പക്ഷെ ഒരുപാട് വേദികളിൽ ഉമ്മൻചാണ്ടി താങ്കൾക്ക് സഹായകരമായിരുന്നു. തീർച്ചയായിട്ടും ഓരോ സമയത്തും എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരു സിനിമയിൽ നിന്നാണെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്നാണെങ്കിലും ഒരു ഫിഗർ എനിക്ക് ഒത്തുവന്ന് വീഴും. ഇടക്കാലത്ത് എനിക്ക് KM മാണി സാറിനെ കിട്ടി. അപ്പൊ ഓരോ സമയത്തും കിട്ടും. മാണി സാറിനെ നമുക്ക് നോക്കിയാലോ? പിന്നെന്താ, വരട്ടെ. സാറിന്റെ ലൈവ് സംഭാഷണമുണ്ട്. സാധാരണ ചെയ്യുന്നതിന്റെ വ്യത്യാസമുണ്ട്. മിക്കപ്പോഴും മിമിക്രി ചെയ്യുമ്പോഴത്തെ
അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്നും പറഞ്ഞിട്ട് ഉള്ളിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് അദ്ദേഹം ലൈവായിട്ട് സംസാരിക്കുന്ന സംഭവമുണ്ട്. ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ എന്തെല്ലാം പറയുന്നു, എന്നിട്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇരിക്കും. ഇത് വെറുതെ മാധ്യമങ്ങൾ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. ഇതൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നസീർ ഒട്ടും വഴങ്ങാത്ത ഒരാളാണ്. ലാലേട്ടന്റെ ശബ്ദം തന്നെ രക്ഷയില്ല. ലാലേട്ടൻ രക്ഷയില്ല, മുകേഷ് ഏട്ടൻ രക്ഷയില്ല. പക്ഷെ മുകേഷിന് ഇപ്പൊ കുറച്ച് മുമ്പ് അല്ല, അതൊന്നും അല്ല സൗണ്ട്. നമ്മളൊരു രൂപം പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ലാലേട്ടനെ കാണിക്കുമ്പോൾ എന്താ മോനെ എന്നൊക്കെ പറയാം. പക്ഷെ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു വോയിസ് അല്ല എന്നാണ്. നമ്മൾ മറ്റുള്ളത് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അതത്ര കമ്പാരിറ്റീവ്ലി അത്ര വഴങ്ങുന്നില്ല. എനിക്കത് ഒരു ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴും. അങ്ങനത്തെ കേട്ടിരിക്കാനും പറയാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. മക്കള് 2 ആൺകുട്ടികളാണ്. മൂത്ത ആള് +1 പഠിക്കുന്നു. അവർക്കുണ്ടോ ഇത്? അത്യാവശ്യം അവര് ചില മിമിക്രിയുടെ അസ്കത ഉണ്ട് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ആള് 11 വയസ്സായി. പരിപോഷിപ്പിക്കാറുണ്ടോ? എന്നോടങ്ങനെ ഒന്നും പറയാറില്ല. അവര് ഒന്ന് അവിടെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും. ഇടയ്ക്ക് ഇളയവൻ അതുവഴിയൊക്കെ നടക്കുന്നതാണ്. ചില ശബ്ദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഇടയ്ക്ക് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ചില പട്ടി മിമിക്രി വരുന്ന ഇഷ്ടമല്ലേ? അങ്ങനെയല്ല. ഇനിയുള്ള കാലം അവര് വന്നാൽ എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. എനിക്ക് കിട്ടാത്ത നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം എന്നാണ്. നമുക്ക് കിട്ടാത്തോണ്ടായിരുന്നില്ലല്ലോ. അല്ല അല്ല ഇപ്പോഴത്തെ പോലല്ലോ. അന്നത്തെ ഒരു ലക്ഷ്യബോധമില്ല. ലക്ഷ്യബോധമൊന്നുമില്ല വെച്ചാൽ അങ്ങനെ ഇപ്പൊ അതിനൊരു നിർബന്ധമൊന്നുമില്ലായിരുന്നു. എന്നെ ഇപ്പൊ അങ്ങനെ ജയിച്ചാൽ അങ്ങനെയുള്ള ഡ്രോയിങ് മാഷായിട്ട് വിടാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനൊക്കെ ഉപ്പാക്കുണ്ടാകുന്നുള്ളൂ. 210 പഠിച്ചിട്ട് ഡ്രോയിങ് മാഷ 210 ഇത്രയും വർഷം ഞാൻ ഒതുക്കി വെച്ചൊരു സംഭവമാണ് ഇന്ന് പുറത്തു പോയത്. ഹസീന മാഡത്തിന് അറിയില്ലേ? അറിയാം. 210 അല്ലല്ലോ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രധാന ഘടകം. എന്തായാലും SL സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ടൊരു കാര്യമാണ്. അതൊന്നും കാര്യമില്ല. അവർക്ക് കൃത്യമായിട്ട് ആഹാരവും അവർക്ക് നല്ല വസ്ത്രങ്ങളും താമസിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല നോക്കണ്ടേ. ഈ 210 പറഞ്ഞിട്ട് അവരെ ഫോൺ വിളിച്ചിട്ട് വല്ലതും പറ്റിക്കാറുണ്ടോ? ഇല്ല, അതൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, വളരെ സീരിയസ് ആണ്. അങ്ങനെയല്ല. മക്കളുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങള്. അച്ഛനും മക്കളും എന്നതിനുപരി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എനിക്കതാണ് ഇഷ്ടം. ഞാൻ എൻ്റെ ഉപ്പയും അങ്ങനെയായിരുന്നു. ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ മക്കളുമായിട്ട് അങ്ങനെയാണ്. അതിപ്പോൾ എൻ്റെ പെങ്ങളുടെ മക്കളോ എൻ്റെ ചേട്ടൻ്റെ മക്കളോ ഒക്കെ ആണെങ്കിലും അവരൊക്കെ ആയിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നത്. തമാശകൾ പറയേണ്ടപ്പോൾ പറയും. മിക്കപ്പോഴും ഈ പറയുന്ന പോലെ ഞാൻ ഈ വരയ്ക്കാനുള്ള സമയമായിട്ട് ഞാൻ പോവും. അല്ലെങ്കിൽ നമ്മൾ തിരക്ക്. പിന്നെ പുതിയ പുതിയ പ്രോഗ്രാംസ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ എപ്പോഴും. ഔട്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് 1000 പേര് കാത്തിരിക്കുകയാണ്. ഇവൻ ഔട്ടായി, ഇവൻ്റെ സ്റ്റോക്ക് തീർന്നു. അപ്പോൾ അത് പറയിക്കാണ്ടിരിക്കാനുള്ള ഒരു ഓട്ടോ. സിനിമയിൽ താങ്കൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും. എന്താ വെച്ചാൽ നസീറിനെ പോലെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടേണ്ടിയിരുന്നൊരു വേഷം കിട്ടിയിട്ടില്ല. അല്ല, അതിനി കിട്ടുമായിരിക്കും. കിട്ടണം. കാരണം വെച്ചാൽ ഒരു പക്ഷെ താങ്കളുടെ ഒരു കഴിവിനെ തിരിച്ചറിയാതെ വെറുതെ പേരിന് ചില റോളുകൾ നൽകുക എന്നുള്ള രീതിയിലേക്ക് എനിക്കുള്ള വേഷങ്ങൾ, നല്ല വേഷങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. അതെൻ്റെ സമയം വരുമ്പോൾ അത് വരും. അന്ന് അത് ചെയ്ത് തെളിയിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിനാണ് നമ്മുടെ ഒരു പ്രോത്സാഹനം. വരട്ടെ ഒരാൾ. എനിക്ക് കോട്ടയം നസീറിനോട് ഒരൊറ്റ ചെറിയ ഒരു കാര്യം മാത്രം പറയാനുള്ളത്, ഈ മിമിക്രി എന്ന് പറയുന്ന കല അല്ലെങ്കിൽ ഈ അനുകരണ കല സമൂഹവുമായിട്ട് കുറച്ചുകൂടി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ, ഇതിപ്പോൾ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ കലയുടെ മഹത്വം കുറേ കൂടി വലുതാവും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരു സമൂഹ ജീവിയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തോട് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ഉള്ള സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത ഒരു ആളുകൾക്കുള്ള പ്രണയം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കതറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി ഇതിനെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അനുകരണ കലയെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മഹത്തരമായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും അങ്ങനെയുള്ള എല്ലാ ആദരവും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഇനി ഒരു 2 മണിക്കൂർ കേട്ടിരുന്നാൽ, 2 അല്ല 3 മണിക്കൂർ കേട്ടിരുന്നാലും, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും ഞാൻ സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് ചില വാക്കുകൾ തെറ്റുക, ചിലത് പൂർണ്ണത ഇല്ലാണ്ടായി പോവുക, വാക്കുകൾക്ക് ഒരു തടയലൊക്കെ ഉണ്ടാകും. 2 മണിക്കൂർ സംസാരിച്ചാലും നല്ല ക്ലാരിറ്റിയോട് കൂടി ഒഴുക്കാണ്. ഒഴുക്ക്. ഒരു വാക്ക് പിന്നെ ഒരു റിപ്പീറ്റേഷനോ തപ്പലോ ഒന്നും ഇല്ലാണ്ട് തെരഞ്ഞെടുത്ത പദാവലികളാണ്. അത് ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ രൂപം പോലെ തന്നെ
മനോഹരമായിട്ട് ആ പ്രസന്റേഷൻ നല്ലതായിട്ട്, ആ സ്കില്ല് നന്നായിട്ടുള്ള ഉണ്ട്. എന്നോട് അദ്ദേഹത്തിന്റെ മാജിക് പ്ലാനറ്റിന്റെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയിരുന്നു. ഞാൻ അതിന് മുഴുവൻ പണി നടക്കുമ്പോൾ കാണിച്ചിരുന്നു. അപ്പോഴൊക്കെ എന്നോട് ഇത് തന്നെ പറഞ്ഞിരുന്നു, ഇതുപോലെ എന്തെങ്കിലും മിമിക്രി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൽ നിന്നൊക്കെ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഇവിടെ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ജനങ്ങൾക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റുമെന്നും കൂടെ അറിയില്ല. കാര്യം ഇപ്പൊ അത്രയും ചാനലുകളൊക്കെ സ്കിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഇത് എത്ര കാലം പോകുന്നുള്ളതിന്റെ ഒരു ടെൻഷൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അവരാശങ്കയുണ്ട് താങ്കൾക്ക്? തീർച്ചയായിട്ടും. ബ്രഷൊക്കെ വീണ്ടും എടുത്തിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതിന്റെ ഒരു കാരണം അത് തന്നെയായിരിക്കുമോ? അയ്യോ, അങ്ങനെയല്ല. എനിക്കിനിയും 20 കൊല്ലം ഇതിനകത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പോഴില്ല. താങ്കൾക്ക് മടുത്തോ? അയ്യോ, ഒരിക്കലുമല്ല. മടുത്തെന്ന് പറയാൻ പാടില്ല. അതല്ല, ജനങ്ങൾക്ക് എന്നെ മടുക്കുന്നതിന് കുറെ ദിവസം മുമ്പ് എനിക്ക് മടുത്ത് മാറണം എന്നുള്ളതാണ്. മടുപ്പ് അനുഭവിക്കണം. അതുകൊണ്ടൊന്നല്ല. പക്ഷെ നസീറിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങള് പ്രേക്ഷകർ മാത്രമല്ല. നമ്മൾ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, ഒരു മഹാനെ സ്വന്തം നാട്ടിൽ ആരും ബഹുമാനിക്കില്ല എന്ന്. പക്ഷെ നസീറിന്റെ കാര്യം നേരെ തിരിച്ചാ. നോക്കൂ, ഞാൻ കാണിച്ചത്. നമസ്കാരമുണ്ട്. നസീറിനെ നസീർക്ക എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ നാളുകളായിട്ടുള്ള ഒരു ബന്ധമാണ് അദ്ദേഹവുമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഉയർച്ച അദ്ദേഹത്തിൻ്റെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു ഉയർന്ന കലാകാരനായി തീരുവാൻ സാധിച്ചിട്ടുള്ളത്. എന്തുമാത്രം ഉയർച്ചയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഈ നാട്ടിലെ എത്തുമ്പോൾ നാട്ടിലെ പഴയകാല സുഹൃത്തുക്കളും ഒക്കെയായിട്ട് ഇപ്പോഴും അദ്ദേഹം ആ സ്നേഹം പുലർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ നസീർക്കായോട് ചോദിക്കുവാനുള്ളത്. താങ്കളുടെ അവിടുത്തെ നാട്ടിലെ പ്രധാനപ്പെട്ട ബിജുകുമാർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതെ, വളരെ നല്ല മനുഷ്യനാണ്. വളരെ സൗഹാർദ്ദപരമായിട്ട് എപ്പോഴും നമ്മളായിട്ട് ഒക്കെ ഉള്ള ആളാണ്. എറണാകുളത്ത് എനിക്ക് ഫ്ലാറ്റ് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും, പക്ഷേ എനിക്ക് കറുകച്ചാലിൽ വന്ന് നിൽക്കുമ്പോഴാണ് എനിക്കൊരു മാനസിക സുഖം ഉണ്ടാവുള്ളൂ. വൈകുന്നേരങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ആ തിയേറ്ററിൻ്റെ അവിടെ വന്ന് ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളുണ്ട്. പ്രവീൺ കുമാർ, പിന്നെ ജയക്കുട്ടൻ, ആനിക്കുട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്, സാബു, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം കൂടെ വന്ന് വൈകുന്നേരങ്ങളിൽ അവരുമായിട്ട് തമാശകളൊക്കെ പങ്കിട്ട് ഞാൻ വരയ്ക്കുന്നിടത്ത് അവിടെയും വന്നിരിക്കും, കാണുകയൊക്കെ ചെയ്യും. എനിക്ക് അവിടം വിട്ടു പോകാൻ ഇപ്പോഴും മനസ്സ് അങ്ങോട്ട് പൂർണ്ണമായിട്ടും എനിക്ക് തയ്യാറല്ല. ഭയങ്കരമായ തിരക്കുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ആളാണ്. നമ്മുടെ ഏരിയ കുറച്ച് സൈലൻ്റാണ്, ടൗൺ ആണെങ്കിലും സൈലൻ്റാണ്. അപ്പോൾ അവിടെ രാവിലെ എഴുന്നേക്കും കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ കേട്ട് പണ്ട് ഇന്നസെൻ്റ് ചേട്ടൻ പറയുമായിരുന്നു, ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകണം എന്തിനാടാ, ഈ ജനലിങ് ഞാൻ തുറന്നിട്ടിട്ട് മഴ വീണൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമല്ലേ എന്ന് വയ്ക്കുക. ഞങ്ങളൊക്കെ ഒരു നക്ഷത്രക്കാരാണ്, നമുക്കതാണ് ആഗ്രഹം. സൈലന്റ് ആയിട്ടൊക്കെ അവിടെ ഒതുങ്ങിക്കൂടിയൊക്കെ ഇരിക്കാനാണ് ആഗ്രഹം. ഈ തിരക്കിൻ്റെ അകത്തോട്ട് ഒരുപാട് ബഹളം ഉണ്ടെങ്കിലും തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നാട്ടിലെത്തി കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. അതുകൊണ്ട് അവരുടെ എല്ലാ പരിപാടിക്കും എനിക്ക് തോന്നുന്നത് കറുകച്ചാലില് ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അത് ഒരു കലാകാരനും ചിലപ്പോൾ ജന്മനാട്ടി കിട്ടിയിട്ടുണ്ടാവില്ല. എന്ത് കലാപരിപാടിയും, നമ്മുടെ നെത്തല്ലൂർ ദേവീക്ഷേത്രം ഉണ്ട് അവിടെ, കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് അവിടുത്തെ എല്ലാ പരിപാടിക്കും ഞാനായിരിക്കും ഗസ്റ്റ്. അതുപോലെ അവിടെയുള്ള എല്ലാ പരിപാടികൾക്കും ഒക്കുന്ന പരിപാടിക്കൊക്കെ ഞാൻ പോകും, മിമിക്രി ചെയ്യാറുണ്ട്, എല്ലാത്തിനും പോകാറുണ്ട്, എല്ലാ പരിപാടിക്കും വിളിക്കും. എനിക്ക് ഇപ്പോൾ തന്നെ കറുകച്ചാലിനൊരു 10-20 ട്രോഫിയെങ്കിലും ഷീൽഡെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ആദരിക്കുന്നു 25 വർഷത്തെ ആദരവെന്ന് പറഞ്ഞിട്ട് മുക്കിലും മൂലയിലും എന്നെ ആദരിക്കുന്നുണ്ടാവും. ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നൂടെ, എന്നെ ഞാൻ തന്നെ കണ്ടു മടുത്തു തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അവർക്ക് അതൊന്നും വിഷയമല്ല. നസീർ ഇതൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഇനിയും നസീറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതി ടെലിവിഷൻ ഷോയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമെന്ന് പറയുന്നത് സമയപരിമിതിയാണ്. പക്ഷേ ഇനി ഞാൻ നസീറിനെ തിരിച്ച് കൊണ്ടുവരും. നസീർ വലിയൊരു ചിത്രകാരൻ, വാൻ ഗോഗ് ഒക്കെ ആയി മാറി എന്നാണ് വലിയ അന്താരാഷ്ട്ര പ്രശസ്തിയൊക്കെ ആർജിക്കുമ്പോൾ വീണ്ടും ഈ സോഫയിൽ താങ്കൾ കൊണ്ടുവരും. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്നും ഈ എളിമയും സ്നേഹവും ഈ ഒരു സ്വഭാവ നൈർമല്യമൊക്കെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ കൈമോശം വന്നിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നസീർ, നമുക്ക് ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു എന്താ പറയുക, ഒരു വലിയൊരു പ്രകടനത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. നസീറിൻ്റെ ഒരു ഗംഭീര പരിപാടി. தமிழ் படங்கள்ல மறுக வச்சுக்கிட்டு மீசையை முறுக்கிட்டு லுங்கியை கட்டிக்கிட்டு நம்பியாரு கபாலே அப்படி சொன்ன உடனே குனிஞ்சு சொல்லுங்க யஸ்மா அப்ப வந்து நிப்பாரு. அந்த மாதிரி கபாலியா நினைச்சியாடா, കപാലിട്ട ഈ ഡയലോഗാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കമൽഹാസൻ സാറാണ് ചെയ്യുന്നതെങ്കിൽ തമിഴ് സിനിമയിലെ മറുക വെച്ചിക്കിട്ട് மீசையை முறுக்கிக்கிட்டு லொங்கியை கட்டிக்கிட்டு நம்பியார் கபால அப்படி சொன்ன உடனே குனிஞ்சு சொல்லுங்க யஸ்மா அப்ப
அப்போ வந்து நிற்பாரு, அந்த மாதிரி கபாலியை நினச்சியாடா, இது வேற കബാലിടാ. വെള്ളാപ്പള്ളി നടേശൻ സാർ എല്ലാ വാക്കുകളും ചിലപ്പോൾ പുറത്ത് വന്നിരിക്കില്ല, ചിലത് കാറ്റായിട്ട് പോകും. അതായത് ഈ തമിഴ് പടങ്ങളില് മറുക വെച്ചിട്ട് മീസയെ മുറുക്കിക്കിട്ട് ലുങ്കിയെ കട്ടിക്കിട്ട് നമ്പിയാര് കവാലി എന്ന് വിളിച്ചാൽ ഉടനെ കുനിഞ്ച് സൊല്ലുങ്കി എന്ന് പറയുന്ന ഇത് അങ്ങനത്തെ ഒരു കവാലിയല്ല, ഇതൊരു പ്രത്യേക രീതിയിലുള്ളൊരു കവാലിയാണ്. കബാലിയുടെ ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ തമിഴ് പടങ്ങളില് മറുക വെച്ചുക്കിട്ട് മീശയെ മുറുക്കിക്കിട്ട് ലുങ്കിയെ കട്ടിക്കിട്ട് നമ്പിയാര് കവാലി എന്ന് വിളിച്ചാൽ ഉടനെ കുനിഞ്ചു സൊല്ലുങ്കി യസമായി എന്ന് പറയുന്ന കവാലികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് അത്തരത്തിലുള്ള ഒരു കവാലിയല്ല, കവാലിയുടെ. ഇനിയാരാ ഒരാളെ കൊണ്ട് അച്യുതാനന്ദ സാധാരണ കാണിക്കുന്നത് പോയിക്കോട്ടെ. അദ്ദേഹം സാധാരണ സംസാരിക്കും വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ അത് നോർമലായിട്ട് പോകുന്നതാണ്. നമ്മുടെ നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ ഈ കുറച്ച് വെച്ചുകൂടി, സാർ തമിഴ് പടങ്ങളില് സാർ മറുക വെച്ചുകിട്ട മീശയെ മുറുക്കിക്കിട്ട സാർ നമ്പ്യാര് കബാലി എന്ന് വിളിച്ചാൽ ഉടനെ കുനിഞ്ചു സൊല്ലുങ്കി യസുമ എന്ന് പറയുന്ന സാർ. ഇങ്ങനെയുള്ള കബാലികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് വേറെ ഒരു കബാലിയാണ്. കബാലി കബാലി കബാലി. നസീർ, നമുക്ക് കൈരളിയിൽ ഒരു ഷോ തുടങ്ങാൻ പോവാണ് താങ്കൾ. അതെ അതെ, അത് കുറച്ച് വൈഡായിട്ടുള്ളൊരു ഷോയാണ്, കുറേ അധ്വാനമുള്ളൊരു ഷോയാണ്. അതിൽ ഞാൻ മാത്രമല്ല, ഞാനാണ് അവതരിപ്പിക്കുന്നത്. അത് ഞാൻ സ്കിറ്റിൽ പല വേഷങ്ങളിൽ വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ കുറച്ച് ഗിമ്മിക്കുകളുണ്ട്. ഇന്ന് വരെ എനിക്ക് ധൈര്യപൂർവ്വം പറയാം, ഇന്ത്യയിൽ ഒരു ചാനലിലും വന്നിട്ടില്ലാത്ത ഒരു സംഭവം നമ്മളതിൽ കാണിക്കാൻ പോകുന്നുണ്ട്. വരട്ടെ. നസീറിന് വേണ്ടിയിട്ടും നസീറിന്റെ ഷോയ്ക്ക് വേണ്ടിയിട്ടും കേരളയുടെ പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും എന്തെങ്കിലും പുതുമ ഉണ്ടാകുമെന്ന് നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ദീർഘകാലം എനിക്ക് തോന്നുന്നൊരു ചാനലിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് കൈരളിയായിട്ടാണ്. എൻ്റെ പേര് നസീർ ഷോ 4 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അതെ, ഒരു ചാനലിൽ ചിലപ്പോൾ ഒരു മിമിക്രി കലാകാരന്റെ പേര് വെച്ചിട്ട് ആദ്യം വരുന്നൊരു ഷോയും അതായിരിക്കും. കലാകാരന്റെ പേര് വെച്ചിട്ടുള്ള ഷോ ആയിരിക്കും. അതൊരു 4 കൊല്ലം കൊണ്ടുപോകാൻ പറ്റിയെന്ന് തന്നെ വലിയ ഭാഗ്യമാണ്. ഞങ്ങളൊരു ചലഞ്ചായിട്ട് ഒരു ടീം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നോടൊപ്പം പലവരും ഉണ്ട്. നമ്മുടെ ജാഫർ ഇടുക്കി വരെയുള്ള കലാകാരന്മാർ തൊട്ട് കുറേ പേര് ഉണ്ടാവും. വളരെ പ്രതീക്ഷയിലാണ്. ഞങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. അപ്പോൾ എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് എന്നൊന്നും പറയുന്നില്ല. എന്തായാലും നസീർ, ഞാനത് പെട്ടെന്ന് ചെയ്താണ്. മോശമാകുമ്പോൾ എല്ലാവരും പറഞ്ഞ ഡയലോഗുണ്ടത്. ഞാനൊരു വരച്ചിട്ടുണ്ടൊരെണ്ണം. ഓ, ഞാൻ തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തന്നെയാണ്. ഞാൻ വരച്ചു വന്നപ്പോ എനിക്ക് തന്നെ ഒരു അത്ഭുതം വന്നിരിക്കുന്നു. ഇത്രയും പക്ഷെ സുന്ദരമാണ്. ഇപ്പോ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നന്നായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോയാ. താങ്ക് യു നസീർ.